കാസർഗോട്ടേക്ക് എന്നാലും അവിടെയും തർക്കം തുടരുകയാണ്. കാസർഗോഡും സംശയമില്ല. ഉദുമ, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലാണ് അവിടെ തർക്കം മുറുകിയിരിക്കുന്നത്. സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായിട്ടില്ല. കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങൾ വെച്ചുമാറിയ പശ്ചാത്തലം കൂടി പ്രധാനമാണ്. എന്താണ് നമുക്കറിയാം, ഉദുമയിലും തൃക്കരിപ്പൂരിലും കോൺഗ്രസിന് എന്താണ് സാധ്യതകളുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. കെ.വി. ബൈജു, സംശയമില്ല. അവിടെ മറ്റ് പല ജില്ലകളെയും പോലെ തന്നെ സ്ഥാനാർത്ഥികളിലേക്ക് എത്താനാകുന്നില്ല. പ്രാദേശികമായ തർക്കങ്ങളാണോ, നേതൃത്വത്തിലുള്ള പ്രശ്നമാണോ, ആരുടെയെങ്കിലും താല്പര്യങ്ങളാണോ, എന്താണ് കാസർഗോട്ടെ വിഷയം? രഞ്ജിത്ത്, കണ്ണൂരിൽ കെ സുധാകരൻ തൊടുത്തുവിട്ട അസ്ത്രം അത് ചെറുതായൊന്നുമല്ല നേതൃത്വത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയത്. അതിന് തൊട്ടു പിന്നാലെ കാസർകോട്ടും ഇത്തരത്തിൽ വലിയ തർക്കം ഉണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് തന്നെയാണ് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നത്. ഏറ്റവും വലിയ തർക്കമുള്ളത് ഉദുമയിലാണ്. ഉദുമ ഇത്തവണ വിജയ സാധ്യതയുണ്ടെന്ന് ലക്ഷ്യ ക്യാമ്പിൽ ഉൾപ്പെടെ വിലയിരുത്തിയ ഒരു സ്ഥലമാണ്. അവിടെ KPCC ജനറൽ സെക്രട്ടറിമാരായ ഹക്കീം കുന്നിലും അതുപോലെ തന്നെ കെ നീലകണ്ഠനും അതോടൊപ്പം DCC വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ, ഈ 3 പേരുടെ പേരുകളാണ് ഉയർന്നു വന്നത്. ഇതിൽ ആരെ ഈ സ്ഥാനാർത്ഥിയാക്കണമെന്ന് സംബന്ധിച്ച തർക്കമാണ് തുടരുന്നത്. ഏതായാലും കെ നീലകണ്ഠനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കമാണ് ഏറ്റവും ഒടുവിൽ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മറ്റൊരു രസകരമായ കാര്യം തൃക്കരിപ്പൂറാണ്. തൃക്കരിപ്പൂർ നമുക്കറിയാം, കോൺഗ്രസിന് ഇതുവരെ വിജയിക്കാൻ കഴിയാത്ത മണ്ഡലം. അത്രത്തോളം ഇടതിന്റെ ഉരുക്കുകോട്ട എന്ന് പറയുന്ന ഈ സ്ഥലത്ത് DCC പ്രസിഡന്റ് PK ഫൈസൽ മത്സരിക്കണമെന്ന വാശി, അത്തരത്തിലുള്ള ഒരു കാര്യമായി മുന്നോട്ട് പോകുമ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ചുമതലയുള്ള ജോമോൻ ജോസ് ഇവിടെ മത്സരിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ സാഹചര്യം കൂടി ഉണ്ട്. അങ്ങനെ അവിടെയും ഒരു തർക്കം വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും കാഞ്ഞങ്ങാട് സീറ്റിൽ ഹരീഷ് P. നായരെ പരിഗണിച്ചിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കാഞ്ഞങ്ങാട് സീറ്റ് കൈമാറിയിരിക്കുന്നു. അവർ സ്ഥാനാർത്ഥിയെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഷൈജി ഓട്ടുപുള്ള പള്ളിയാണ് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. ആ പ്രഖ്യാപനം നടന്നതോടുകൂടി കാഞ്ഞങ്ങാട് അനിശ്ചിതത്വം നീങ്ങി അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നു. പക്ഷെ കാഞ്ഞങ്ങാടും നമുക്കറിയാം ഇടതു മുന്നണിയുടെ ഉരുക്കുകോട്ടയാണ്. ഇതുവരെ ആ ഉരുക്കുകോട്ട ഭേദിക്കാൻ കോൺഗ്രസിന് സാധിക്കാത്ത സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും വിജയ സാധ്യത വളരെ കഠിന പ്രയത്നം നടത്തേണ്ട ഒരു സീറ്റിനാണ് ചൊല്ലിയാണ് ഇപ്പോൾ തർക്കം. ഇതാണ് ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ് സീറ്റുകളും പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത്. ഏതായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാം. ഇന്നലെ ഏറ്റവും തർക്കമുണ്ടായിരുന്നു. നമ്മൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതാണ്. കാസർഗോഡ് സീറ്റുമായി ബന്ധപ്പെട്ട് അവിടെ കല്ലട്ര മായിരാജിയെ തീരുമാനിച്ചിരിക്കുന്നു. അവിടുത്തെ തർക്കം അവസാനിപ്പിച്ച് മുസ്ലിം ലീഗ് നേതൃത്വം അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നു. എന്തായാലും ഉദുമ വളരെ പ്രധാനമാണ്. അതോടൊപ്പം തൃക്കരിപ്പൂറും, ഈ 2 മണ്ഡലങ്ങളുടെ പ്രശ്നം ഇന്ന് പരിഹരിക്കുമോ, ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമോ, അത് തന്നെയാണ് ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. രഞ്ജിത്ത്, കാസർഗോട്ടും 2 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ തർക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കെ.വി. ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.